നമസ്കാരം. മകയിരം നാളിൻ്റെ പൊതുവായിട്ടുള്ള ഗുണദോഷ അവസ്ഥകളും പ്രാധാന്യമുള്ള കാര്യങ്ങളും ആണ് നമ്മളിവിടെ പറയുന്നത്. മകയിരം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ ദശയിലാണ് മകയിരംകാർ ജനിക്കുന്നത്. പിന്നീട് വരുന്നത് രാഹുദശ, വ്യാഴദശ, ശനിദശ, ബുധദശ തുടങ്ങിയ ദശാകാലങ്ങളാണ്. അപ്പോൾ ചൊവ്വാദശയിൽ ജനിക്കുന്ന ഒരു മകയിരംകാരന് ജനനശിഷ്ടം എത്ര വർഷം ഈ ചൊവ്വാദശ ഉണ്ടെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. തുടർന്ന് വരുന്നത് രാഹുദശ ആയതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ തീവ്രമായ ദോഷം മകയിരം നാളുകാർക്ക് ബാധിക്കാറുണ്ട്. പൊതുവായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം അറിയുന്നതിന് നിങ്ങളുടെ ജനന തീയതി സമയവും അനുസരിച്ച് ഗ്രഹനില നോക്കേണ്ടതാണ്. ഈ രാഹുദശയുടെ ദോഷം മാറണം. തുടർന്ന് വ്യാഴദശ അനുകൂലവും പിന്നെ വരുന്ന ശനിദശാകാലം കൂടുതൽ ദോഷകരവുമാണ്. അപ്പോൾ രാഹുവിൻ്റെ ദോഷം മാറുന്നതിന് മകയിരം നാളുകാർ ശിവക്ഷേത്രത്തിൽ ക്ഷീരധാര തുടങ്ങിയ വഴിപാടുകൾ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട്. സർപ്പക്ഷേത്രത്തിൽ നൂറുംപാലും നടത്തുന്നതും വളരെ ഗുണം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റു വെച്ചാരാധനോ സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീനം ശരിയായി പരിശോധിപ്പിച്ച് അതിൻ്റെ ഗുണദോഷ സ്ഥിതികൾ ശരിയായി രാശി ചിന്തിച്ച് അറിഞ്ഞ് ആവക പ്രതിവിധികൾ വേണ്ടതുപോലെ ചെയ്യുക. നിങ്ങളുടെ ഗ്രഹനിലയിലെ ഇപ്പോഴുള്ള സ്ഥിതി വ്യക്തമായി അറിഞ്ഞ് ഏറ്റവും ഉചിതമായ പരിഹാരം ചെയ്യുന്നതും നല്ലതാണ്. മകയിരം നാളുകാരുടെ ജന്മനക്ഷത്ര കല്ല് എന്ന് പറയുന്നത് ചുവന്ന പവിഴം അഥവാ റെഡ് കോറൽ ആണ്. അത് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ളത് നോക്കി വാങ്ങി സ്വർണ്ണ മോതിരത്തിലാക്കി ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. സ്വർണ്ണ മോതിരത്തിൽ അഥവാ വെള്ളി മോതിരത്തിലും ധരിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഗ്രഹസ്ഥിതി അറിഞ്ഞു പരിഹരിക്കുകയാണ് പ്രധാനമായിട്ട് വേണ്ടത്.